കർത്താവെ, നിന്റെ വിശുദ്ധമായ വലത് കരത്താൽ ഓരോ മകനെയും മകളെയും കർത്താവെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോ അമ്മമാതാവ് ജീവനോടെ എഴുന്നള്ളി വസിച്ച് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലം, അതിനേക്കാൾ എല്ലാം ഉയരത്തിലെ പരിശുദ്ധ കുർബാന ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈ സ്ഥലം കർത്താവെ, 36 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാണ് കർത്താവെ. അതിനേക്കാൾ 10-40 കൊല്ലം ഈ സഭയിൽ ചെയ്തിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളുടെ ശക്തിയാണ് കർത്താവെ. ഓരോ മകനെയും മകളെയും ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും പുതുക്കാൻ പോകുന്നവരെയും വിസർപ്പ രോഗികളെ സ്പർശിക്കണേ, സ്പോണ്ടിലോസ് രോഗികളെ സ്പർശിക്കണമേ, ത്വരിക്ക് കളർ മാറ്റം വരുന്ന സ്പർശിക്കണം, അലർജി രോഗികളെ സ്പർശിക്കണമേ, ശ്വാസകോശ രോഗികളെ സ്പർശിക്കണമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ, ഹൃദയ കരള രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. കർത്താവ് ശരീരത്തിൽ മുഴയുള്ളവരെ, ക്യാൻസർ രോഗികളെ, ശരീരത്തിൽ മുഴയുള്ളവർ കർത്താവെ, നിൽക്കാൻ പറ്റാത്തവർ കർത്താവെ, ആണിയുള്ളവർ കർത്താവെ, പലതരത്തിൽ രോഗമുള്ളവർ കർത്താവ്, അലസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്തര രോഗികൾ, PCOD രോഗികൾ എല്ലാവരും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവ്, കൈയും കാലും അനക്കാൻ പറ്റാത്തവർ, നടക്കാൻ പറ്റാത്തവർ, നടക്കുമ്പോൾ കിതക്കുന്നവർ, സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, അപൂർവ രോഗങ്ങളുള്ളവർ കൈപൊക്കുക. അപൂർവ രോഗങ്ങൾ, സാധാരണ പറയപ്പെടാത്ത കുറേ രോഗങ്ങളില്ലേ, അതുള്ളവർ കൈപൊക്കുക. കാര്യം കുറേ അപൂർവ രോഗങ്ങൾ ഈശോ ഇവിടെ നേരത്തെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ് സൗഖ്യപ്പെടുന്നതായിട്ട്. ആ രോഗങ്ങളുടെ പേര് പോലും നമ്മൾ ആദ്യം കേൾക്കിയിരിക്കും. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ ശ്രദ്ധിക്കുക. ആരാധന കൂടുന്ന ഓൺലൈനിൽ അപൂർവ രോഗങ്ങളുള്ളവരുടെ അവരെ രണ്ട് കൈയും കർത്താവ് ഇങ്ങനെ സ്വസ്തിക പോലെ എടുത്ത് ഫുൾ ബോഡി ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം വിജയ കർത്താവ് അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യക്തത പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. അരികിൽ വരണമേ, അരികിൽ വരണേ, സദയം തൊടേ, സുഖമായിരം എൻ്റെ ഉള്ളം. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവശക്തിയോടും കൂടിയാണ് നീ അതിലെ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരണത്, ഞാൻ ഒത്തിരി ഏജ് ആയിപ്പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൾക്കാരെല്ലാം ധൈര്യമില്ലാതല്ലേ ഇവിടെ വരണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ധൈര്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നമ്മ എബ്രാഹം എന്ന് പറഞ്ഞ്
എടത്വ എന്നൊരു സാക്ഷ്യം ഉണ്ടായി. അന്നമ്മ എബ്രാഹാം എടത്വ. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി നേരത്തെ എടുത്തതാണ്. എന്തിനെടുത്തതാണ്? മകളുടെ എന്തോ വിഷയത്തിനും മാരത്താമസം എന്തോ കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ഇവർക്കൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ഇവർ ഹരിപ്പാട് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ബയോപ്സി എടുപ്പിച്ച്. ബയോപ്സി എടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ മക്കൾ നിലവിളിച്ച്. ഇവർ നിലവിളിച്ചില്ല. ആ സാക്ഷ്യം കേൾക്കാൻ നിരാശമാണ്. എന്താ കാര്യം? ഇവർ പറഞ്ഞ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും. ഇതാണ് സാധനം. അത് നിങ്ങൾ അന്നമ്മ എബ്രാഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കണം. അവർക്ക് ഒരു 50-55 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിന് അവർ ക്യാൻസർ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ്? എന്നെ അമ്മ സംരക്ഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയില്ലെന്ന് പറയും. അവരാണ് ആദ്യം പറഞ്ഞ വാക്കതാണ്, ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറയും. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യം എല്ലാവർക്കും ഇത് കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്ന കാരണം അത് അനുഭവവേദ്യമാകത്തില്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ പാക്കേജിൽ ഉള്ളതാണ് ഈ ധൈര്യം. കാര്യം ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് പറയണത് അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും, ഇപ്പോൾ ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് സംഭവം. ഈ ധീരതയുടെ അടിസ്ഥാനം എന്താ? ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാതാവ് വരുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അതുപോലെ കൃത്യമായിട്ട് പാക്കേജ് നൽകുന്ന ഈ പ്രസൻസ് സെക്യൂർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേറെയില്ല പരിശുദ്ധ കുർബാന അല്ലാതെ. പരിശുദ്ധ കുർബാനയിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ അഡൾട്ടേഴ്സ് പാസ്സാക്കുക, വസ്തു വിൽപ്പന, മകളെ കെട്ടിക്കുക, ഇങ്ങനെയുള്ള സാധാരണ യൂസ് ആൻഡ് ത്രോ സബ്ജക്റ്റ് ഇല്ലേ? 70 കൊല്ലം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 70 കൊല്ലം ആകുമ്പോൾ കയ്യിൽ നിന്ന് പോവില്ല. നീ ആരാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞാൽ ശരി, 70-75 കൊല്ലം ആകുമ്പോൾ ഈ സംഭവം കയ്യിൽ നിന്ന് പോകും. ഈ മനുഷ്യന്മാരുടെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ എന്തെല്ലാം നേടി ആരെല്ലാമായിട്ടും ഈ ഭൂമിയിൽ ഒരു കഥയുമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ ഭാരതരത്നം കിട്ടിയിട്ട് പോലും ആ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തിന് നമുക്ക് തരാൻ കഴിയാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബുദ്ധിയും ബോധമുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തെ വിറ്റിട്ട് നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം പണയം വെച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഈശോ ചോദിച്ചില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്? അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ച് നിലപാടുകളെടുത്ത് നിത്യതയോളം ഉള്ള യാത്രയുണ്ടെന്നുള്ള ബോധത്തിൽ വേണം ഉടമ്പടിക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പെരുമാറാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെറും മെറ്റീരിയലായിട്ട് ഈ വിഷയത്തെ കാണരുത്. മെറ്റീരിയലായിട്ട് ജോലി കിട്ടുക, കാശ് കിട്ടുക, വീട് വെക്കുക, അതിൻ്റെ അപ്പുറത്ത് അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് വരും. പക്ഷേ എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം എന്താണ്? ദൈവമാണ്. എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം ദൈവമാണ്. അത് നിങ്ങൾക്ക് ഉടമ്പടിയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട ഒരു വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഏറ്റവും വലിയ അനുഗ്രഹമായി നിന്നെ നേടുവാൻ, നിന്നെ കരുതുവാൻ എനിക്ക് പ്രത്യേക അറിവും ബോധ്യവും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ടീച്ചർ വന്ന് നമ്മൾ റിബി ജോസഫിൻ്റെ സാക്ഷ്യം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിബി ജോസഫ് വന്ന് ഉടമ്പടി എടുത്ത് പോയി. അവർക്ക് ടീച്ചറാകാൻ ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണമെന്നാണ്.
പക്ഷേ ഈ കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞ് അതേ സ്കൂളിലേക്ക് തന്നെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കും. അവർ പറഞ്ഞ പോലെ വേറെ ഒന്നും കൊടുത്തില്ല. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ്. അവിടെ മെറിറ്റില്ലെന്ന് നോക്കണം. എന്താ കാര്യം? ആപ്ലിക്കേഷൻ ഒത്തിരി പേര് പുതിയ തലമുറയൊക്കെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം അടിച്ചു പൊടിച്ച് ക്ലാസ് എടുക്കുന്ന പാർട്ടി എല്ലാം ഇംഗ്ലീഷും സംഭവങ്ങളെല്ലാം ഹിന്ദിയും എല്ലാം നല്ല വഴക്കമുള്ള ആൾക്കാർ, വെടിച്ചില്ല് പോലെ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മെറിറ്റ് പോകും അല്ലേ? അപ്പോഴും മെറിറ്റ് പോകും. മെറിറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? ഗ്രേസാണ്. ഇതാണ് ഉടമ്പടിയുടെ സംഭാവന എന്ന് പറയുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8. അപ്പോൾ ഈ ഗ്രേസ് ഞങ്ങളെന്താ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ ഗ്രേസ് നിലവാരം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടി എന്താ ചെയ്യണത്? ഈ മെറിറ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ദൈവം തന്നതാണ്. പക്ഷേ നിങ്ങളുടെ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് ഗ്രേസാണ്. ഗ്രേസ് വർക്ക് ചെയ്യാനുള്ള എക്സർസൈസുകളാണ് ഉടമ്പടിയിലുള്ളത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ല ചുമ്മാ 65 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെ ചില വലിയമ്മമാരും സാക്ഷ്യം പറയും. ഞാൻ പറഞ്ഞ ആ റോഡിൽ പോയിരുന്ന് പറയാൻ പറയും. ബുദ്ധിബോധമില്ലാത്ത ആൾക്കാർ ഇത് ചെല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യണതല്ലേ ഉടമ്പടി. ഉടമ്പടി ചെല്ലൽ കുറവല്ലേ, ചെയ്യണതാണ്. ഒരു കൈയും ചെയ്യരുതില്ല. ചുമ്മാ പ്രാർത്ഥനാ പുസ്തകം വെച്ചുകൊണ്ട് 10-600 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കും. ചെല്ലണമല്ലല്ലോ ഇത്. കാര്യം ഇതിൻ്റെ ഈ മെഡിസിൻ്റെ കണ്ടൻറ്റ്, പ്രത്യേക കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? ഉടമ്പടി കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? അത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ, ആകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ഫോർമുല ആണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അമ്മയ്ക്ക് വേണമെങ്കിൽ വായ്പ മേടിപ്പിക്കാമായിരുന്നു വീഞ്ഞ്, അമ്മയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ അമ്മ ക്രിസ്തുവുമായിട്ട് കൂട്ടിമുട്ടിച്ചത്? അമ്മയുടെ ജോലി അതാണ്. അതായത് അമ്മയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത് അല്ലേ? പരപിതാവിന് തിരുസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി സ്വീകരിച്ചത് അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസൻ്റെ വചനം പോലെ നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി ആ ടെലികോസ്റ്റ് ഐ വിൽ ബി ദ എവർ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കണത്. ഏതെല്ലാം കാലത്ത് ഏത് കുരിശിൻ്റെ ചുവട്ട് നിന്നാലും കുഴപ്പമില്ല. എൻ്റെ മകൻ തുണിയില്ലാതെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനവിടെ മൃതപ്രായം നോക്കി നിന്നാലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടാലും ശരി, ദൈ കിങ്ഡം കം, ദൈ വിൽ ബി ഡൺ എന്ന് പറഞ്ഞ് ഈശോയെപ്പോലെ തന്നെ നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് നിറവേറണം എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ ഒപ്പം തോളോട് തോലം ഒരേ സ്വരത്തിൽ ഈശോയോട് ചേർന്ന് പറഞ്ഞ ആളാണ് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് ബി ടു ടൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അപ്പൻ്റെ മനസ്സ് നിറവേറ്റുക മാത്രമാണ് എൻ്റെ ജീവിത ലൗത്യമെന്ന്. അതാണ് ഉടമ്പടി. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടാകണം. എന്താണ് അമ്മയുടെ മനസ്സെന്ന് പറയണത്? നിൻ്റെ തിരുമനസ്സ് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. സകലമെങ്കിൽ സകലം കർത്താവിൻ്റെ വചനം മറ്റു വ്യക്തികളിൽ എത്തിക്കണം. അതുപോലെ തന്നെ സമർപ്പണമെങ്കിൽ സമർപ്പണം. ഞാൻ തന്നെ സുവിശേഷമാകണം, ഞാൻ തന്നെ സുവിശേഷമേകണം. യേശുക്രിസ്തു അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സുവിശേഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവിനോട് ചേർന്ന് കൊണ്ടൊരു മരിയൻ മിഷൻ അങ്ങ് തുടങ്ങുമ്പോൾ ഉടമ്പടി എന്താണെന്നറിയും, ദൈവം എന്താണെന്നറിയും. നിന്നെ തന്നെ ദൈവത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. എൻ്റെ ദൈവപേത ഓരോ വചനവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ്, നിങ്ങളുടെ മെറിറ്റ് കുറയുമ്പോൾ, നിങ്ങളുടെ യോഗ്യത കുറയുമ്പോൾ, നിങ്ങളുടെ കൃപയുടെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ദൈവം കരുതിക്കൂട്ടി ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഇതിനെ പഠിക്കണം. ഉടമ്പടി പഠിക്കേണ്ടത്, കവനൻ്റ് പഠിക്കേണ്ടത് കണ്ടൻറ്റ് വൈസാണ്. എന്തുകൊണ്ട് കൃപാസനം പത്രം നിങ്ങൾ വിതരണം ചെയ്യണം? എന്താണ്? എന്നെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും വിശ്വാസം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ പാടാണെങ്കിൽ നമ്മൾ അവർക്ക് എഴുതിയ പ്രസംഗം കൊടുക്കും. കൃപാസനം പത്രം എഴുതിയ പ്രസംഗങ്ങളാണ്. കർത്താവ് ഇതുപോലെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ വല്ലതും പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിനോട് ആലോചന ചെയ്യും, പ്രാർത്ഥിക്കും, ചില വചനത്തെക്കുറിച്ച് പഠിക്കും, പിന്നെ ഇവിടെ വന്ന് നിൽക്കും, ബാക്കി കർത്താവ് പറയും. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കൃപാസനം പത്രത്തിലുള്ളത്. അതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ് നിങ്ങൾ. എന്താണ്?
നിങ്ങൾ എന്ത് പറയണം? കർത്താവേ, എന്നെ അറിയാ, എനിക്ക് പ്രസംഗിക്കാൻ ചാതുര്യമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലനെ പോലെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കാൻ ചാതുര്യമില്ലായിരുന്നു. അപ്പം നമ്മൾക്കത് ചാതുര്യക്കുറവ് ഒരു കുഴപ്പമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എഴുതും. നിങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ലെങ്കിൽ എഴുതിയ സാധനം നിങ്ങൾക്ക് കയ്യിൽ തരും. ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടി, എന്താണ് ഈശോ, ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചു. ഈ മാസം 120 പേർക്കാണ് സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത്. എൻ്റെ സ്ഥലം KSFയിൽ 2013 വെച്ചതാണ്. ചിട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ചിട്ടിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം പട്ടയം പണയം വെച്ചായിരുന്നു. അത് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. കുറേ എല്ലാം കടങ്ങളെല്ലാം വീടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2022 നവംബറൊക്കെ ആയപ്പോഴത്തേനും KSFക്കാർ വന്ന് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ജപ്തി നടപടിയായി, ജപ്തി ചെയ്യാൻ പോവുകയാണ് സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ വില്ലേജ് ഓഫീസിലെല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റവന്യൂ റിക്കവറി ഓഫീസ് കോട്ടയത്ത് കഞ്ഞിക്കുഴി ചെന്ന് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം, ക്യാഷ് അടയ്ക്കാൻ അവർ സമ്മതിക്കത്തില്ല, ക്യാഷ് അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജപ്തിയാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ പിന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവിടെ പോയിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഇവിടുന്ന് കൊണ്ടുപോയ കാശ് രൂപം ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടി കാശ് രൂപ അല്ലാതെ ഇവിടുന്ന് മേടിച്ച കാശ് രൂപം ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ അതുമായിട്ടാണ് പോയി റവന്യൂ റിക്കവറി ഓഫീസിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ശകലം ഉപ്പിട്ടിട്ട് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാറുമാർ എല്ലാം നല്ല ഇത് സംസാരിച്ചു. എന്നിട്ട് അവർ ജപ്തി നടപടി ഒഴിവാക്കി കാലാവധി തന്നു. 2023 മാർച്ച് 31 അടച്ചു തീർത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാർച്ച് 31 അത് അടച്ച് തീർക്കാൻ അമ്മ സഹായിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഉള്ളത് എൻ്റെ വല്യമ്മച്ചിയുടെ അനിയത്തി. അമ്മയ്ക്കാണ് ഹാർട്ടിന് പമ്പിങ് കുറവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ജനുവരിയിൽ, ഈ 2003 ജനുവരിയിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ICUലൊക്കെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഒരു ദിവസം അമ്മ കാണാൻ ചെന്നപ്പം എന്നെ വിളിച്ചപ്പോൾ അമ്മ എന്നോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കൊച്ചേ നീ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയൊക്കെ ആയപ്പോൾ അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മ ചായ എടുത്ത് കുടിച്ചപ്പോൾ അമ്മയ്ക്ക് കുടിക്കാൻ പറ്റുന്നില്ല, വലത്ത് കൈ തളർന്ന പോലെ പോവുക. അപ്പോൾ ആണെങ്കിൽ അമ്മ പറഞ്ഞു, എന്തോ വേദന പോലാന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത്ര സീരിയസ് ആയ കേസായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു വിട്ടത് ഇതുപോലെ സീരിയസ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും അമ്മയുടെ ഒരു കാശ് രൂപം, ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ കാശ് രൂപം വാങ്ങിയിട്ടാണ് പോയത്. അമ്മയ്ക്കൊരു കാശ് രൂപം കൊടുത്തിട്ട് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ വലത്ത് കയ്യിൽ തേച്ച് കൊടുത്തു. ഒരു 2 സെക്കൻഡിനുള്ളിൽ അമ്മ പറഞ്ഞു, എന്തോ തണുത്തിറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. അതിന് ശേഷം അമ്മയ്ക്ക് ഇന്ന് വരെ കൈക്ക് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എന്നും രാവിലെ അമ്മ തേൻ കഴിക്കണമെന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സി സുനിൽ, ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് 2020 പുതുക്കിയതിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. അത് 1-ാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് തന്ന ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതോട് എനിക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു. അതുകൂടാതെ രാത്രിയിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ മാതാവ് എൻ്റെ തലയിൽ വന്ന് തലോടുന്നത് പോലെ തോന്നി. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദൈവം ഞങ്ങൾക്ക് ഈ ഏഞ്ചൽ എന്നാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് തന്ന് സഹായിച്ചു. അതുകൂടാതെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് 5 പ്രാവശ്യം IVF ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 5 പ്രാവശ്യം IVF ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പക്ഷേ ഞങ്ങൾക്ക് എല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തു.
6ാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 2020 ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ വീണ്ടും ഈ IVF ചെയ്യുകയും ഞങ്ങൾക്ക് പോസിറ്റീവായി റിസൾട്ട് വരികയും ചെയ്തു. ഇതുകൂടാതെ എൻ്റെ ലോക്കറ്റ് കളഞ്ഞു പോവുകയും 3 മാസങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കോട്ടയത്തിന് പോകുന്ന വഴിയിൽ എൻ്റെ കഴുത്തിൽ നിന്നും ചാടി പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അത് കാറിൽ ഉണ്ടായിരിക്കുമെന്ന് എഴുതി കാറിലൊക്കെ പരിശോധിച്ച് നോക്കി, കിട്ടിയില്ല. പക്ഷേ കാറ് 3 പ്രാവശ്യം സർവീസ് ചെയ്തു, എന്നിട്ടും ലോക്കറ്റ് ഒന്നും ലഭിച്ചില്ല. ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് കലൂർ എന്ന പള്ളിയിൽ പോകുന്നതിനിടയിൽ ഈ മാതാവിൻ്റെ ലോക്കറ്റ് കാറിൻ്റെ ഡോറിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. മലയൻകീഴെന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ പേര് അംബിക. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ മാസം 13-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് 18 വയസ്സ് മുതൽ ഒരു തലവേദനയായിരുന്നു. ആ തലവേദന എനിക്കിപ്പം വയസ്സ് 60ആയി. ഞാൻ അനേക അമ്പലങ്ങളിലൊക്കെ പോയി ഒക്കെ നേർച്ചകളൊക്കെ ചെയ്തിട്ടും എനിക്ക് കുറഞ്ഞില്ല. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലമൊക്കെയും പുരട്ടി ഇപ്പോൾ എനിക്ക് തലവേദന പൂർണ്ണമായി മാറി. 42 വർഷം കൊണ്ടുള്ള തലവേദനയായിരുന്നു. എനിക്കത് പൂർണ്ണമായി മാറ്റി കിട്ടി. അത് കഴിഞ്ഞ് തലവേദനയ്ക്കിപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ വലത് മൂക്കിൻ്റെ സ്ഥലത്ത് ഒരു ചത വളരുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് അത് റിപ്പോർട്ട് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനെന്നാൽ പോയില്ല. അന്ന് തന്ന മരുന്നും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഞാൻ വീടോടെ ഒരിടത്ത് ജോലിക്ക് നിൽക്കുകയാണ്. എനിക്ക് അവിടെ നിന്നൊരു ഫോൺ തന്നു. അതിൽ കൂടിയാണ് ഞാൻ അമ്മയെ അറിഞ്ഞതും എനിക്ക് പത്രങ്ങൾ കിട്ടിയതും. ഞാൻ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് വന്നത്. എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നെ തക്ക സമയം വന്നു ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഒറ്റയ്ക്ക് സമയത്തിന് വീട്ടിലെത്തുകയും ചെയ്തു. എനിക്ക് ആ മൂക്കിൻ്റെ വേദന വളരെയേറെ വിഷമായിരുന്നു. ഞാൻ ചുമച്ച് തുപ്പുന്നതൊക്കെ രക്തമായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല ദൈവമേ, എൻ്റെ അമ്മ ഇതെനിക്ക് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് ഒരു സൈഡ് മൊത്തം വേദനയായിരുന്നു. ഞാൻ വിചാരിച്ചു പല്ല് വേദനയാണെന്ന് പറഞ്ഞ് ഞാൻ 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3 പല്ലെടുത്തു. എന്നിട്ട് എനിക്ക് ഈ സൈഡിലെ വേദന പോയില്ല. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞാൻ അഴിച്ചിരുന്ന് കണ്ണീരോടെ വീട്ടോടെയും കാണാതെ ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീടാണ്, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മുട്ടുമേലിൽ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിലൊരു കട്ടി വരും പോലെ എനിക്ക് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി കയ്യിലത് തുപ്പി നോക്കിയപ്പോൾ ഇത്രയുള്ള ഒരു കട്ടി എൻ്റെ കയ്യിൽ ഞാൻ തുപ്പി നോക്കി. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവമേ ആ കട്ടി എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിഞ്ഞൂടില്ലെങ്കിൽ ഞാൻ ഫോണിലിട്ട് ഞാൻ കാണിച്ചു തന്നതായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൂക്കിൻ്റെ അടപ്പൊക്കെ മാറി, ആ രക്തം തുപ്പണതെല്ലാം മാറി, എല്ലാം പൂർണ്ണമായി തലവേദനയും മാറി, എൻ്റെ മൂക്കിൻ്റെ അടവും മാറി. അത് കഴിഞ്ഞ് എൻ്റെ ഈ ചെവിയിൽ ഇവിടുന്ന് ഒരു ചെറുതായിട്ടൊരു കഴല വളർന്നു വരികയായിരുന്നു. എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മ ക്യാൻസർ ഇനിയെന്ന് അറിഞ്ഞൂടാ, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അവയവത്തിൽ എന്ത് അസുഖമുണ്ടെന്ന് ദൈവം അറിയാതെ വരികയില്ല. ഞാൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ അനേക അമ്പലങ്ങളിൽ പോയി നേർച്ച ഇട്ടിട്ട് മാറാത്ത സൂക്കേട് എൻ്റെ ദൈവം എനിക്ക് മാറ്റി തന്നു. ഇത് മാറുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നാൽ ഒരു സൈഡിലൊക്കെയും മാറി, ഇനി ശകലേ ഉള്ളൂ, അതും എൻ്റെ അമ്മ പൂർണ്ണമായി മാറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവത്തിന് നമുക്ക് പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ അങ്കമാലി കുത്തിയതോട് ഇടവകയെന്ന് വരുന്നു. ഞാൻ ഉടമ്പടി 2022 വന്ന് ഉടമ്പടി വെച്ചതാണ്. ഉടമ്പടി വെച്ചത് ഒന്നാമത്തെ കാര്യം എൻ്റെ മകൻ്റെ കാര്യമാണ്. അവൻ 12 വയസ്സിൽ അവന് മൂത്ര തടസ്സമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. അത്
12 വയസ്സായപ്പോൾ ഞാൻ കാരത്തുവഴി എന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി. അവന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും ബുദ്ധിമുട്ടായി തുടങ്ങി. അത് കഴിഞ്ഞ് 25 വയസ്സിൽ ഇവന് വന്നിട്ട് ലിസിയിൽ പോയി അവിടെ പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് ഒരു 3 മാസത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവന് മൂത്രനാളം അടയണ സംഭവമായി. ഇപ്പോൾ 2000